Kakkasserysന്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 27 സെപ്റ്റംബർ 2019 ഇന്ന് iPhone 11 ലോഞ്ചാണ്. അപ്പോൾ ഞാൻ വോഡഫോൺ ഖത്തർ വഴി അവരുടെ വെബ്സൈറ്റ് ത്രൂ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കളക്ട് ചെയ്യാനാണ് പോകുന്നത്. ഇന്ന് മിഡ് നൈറ്റ്, അതായത് 27th സ്റ്റാർട്ടിങ് മുതൽ 12 AM മുതൽ അത് ഇഷ്യൂ ചെയ്ത് തുടങ്ങുമെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ പോയി വാങ്ങാം എന്നുള്ള നിലയിലായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ ഉറങ്ങിപ്പോയി. തേഴ്സ്ഡേ ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേ മോർണിംഗ് സാധാരണ നമ്മൾ ഗൾഫിലെ പ്രവാസികളൊക്കെ നല്ല ഉറക്കം പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതില്ലാതെ ഞാൻ ഉറങ്ങിപ്പോയി. സാധാരണ 5 മണിക്കൊക്കെ എണീക്കേണ്ടതാണ്. പക്ഷെ അതും വിട്ടു ഏകദേശം ഒരു 7:30 ആയി. ഇപ്പോൾ വിലാജിയോ മാളിലേക്ക് പോവാണ്. അപ്പോൾ ഞാനീ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വൈഫിനെ അറിയില്ല. വൈഫിന് എന്താ പറയുക, വൈഫിനടുത്ത് പറഞ്ഞാൽ ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്നാണ്. അപ്പോൾ ഇത് മിക്കവാറും ഞാനതൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം പ്രീ ഓർഡർ ചെയ്ത് വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങില്ല. ഓൾമോസ്റ്റ് ഒരു 3 കൊല്ലമായി. അതായത് പുള്ളിക്കാരി ഉപയോഗിക്കുന്ന ഫോണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് iPhone 6s ആണ്. അപ്പോൾ അത് മാറ്റാൻ പറഞ്ഞാൽ കേൾക്കില്ല. കാരണം അപ്ഗ്രേഡ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല പുള്ളിക്കാരിക്ക്. ആ ഒരു എന്താ പറയുക, അതിലെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ആദ്യത്തെ കൊച്ച് സാം ജനിച്ചപ്പോൾ വാങ്ങിക്കൊടുത്തൊരു ഫോണാണ്. ജനിച്ചപ്പോൾ വാങ്ങിച്ചോടത്തില്ല, മീൻസ് ആ സമയത്ത് വാങ്ങിയെന്നുള്ളൂ. ഈ വിലാജിയോ മാൾ എന്ന് പറയുന്നത് കുറച്ച് ഒരു ഏകദേശം 10 കൊല്ലമൊക്കെ എത്തിയ ഒരു മാളാണ്. ഇവിടുത്തെ എന്താ പറയുക, ഒരു കാണേണ്ട മാൾ തന്നെയാണ്. ഉള്ളിൽ നല്ല വെനീസ് ടൈപ്പിൽ ഉള്ളൊരു ചാനലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു നമ്മുടെ ഗണ്ടോള ബോട്ടൊക്കെ മീൻസ് ആ വഞ്ചിയൊക്കെ തുഴഞ്ഞ ആൾക്കാരൊക്കെ പോകാനൊരു സർവീസൊക്കെ അതിലുണ്ട്. ഞങ്ങൾ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോൾ വോഡഫോണിൻ്റെ സ്റ്റോറിലേക്കാണ് പോകുന്നത്. എനിക്ക് മൊത്തം സീൻസ് കോപ്പി ചെയ്യാൻ പറ്റില്ല അവിടുത്തെ റെസ്ട്രിക്ഷൻസ് കാരണം. നിങ്ങൾ ഓർക്കണം, നമ്മൾ മോൾസിലൊക്കെ പോകുമ്പോൾ മോളിൻ്റെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവിടുത്തെ അതോറിറ്റീസിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ ഞാൻ ആ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുള്ളൂ. മോളിനകത്തുള്ള സീൻസ് എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ എടുക്കാം. കുറച്ച് എന്താ പറയുക, iPhone വാങ്ങുന്നതോ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാം. അപ്പോൾ ഇനിയാവും മോളുടെ പുറത്തുള്ള ഒരു ടോർച്ച് ടവറൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. മീൻസ് അത് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൻ്റെ സമയത്ത് തുടങ്ങിയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അങ്ങനെ വോഡഫോണിൽ നിന്ന് മറ്റേ പുതിയ പ്രീ ഓർഡർ ചെയ്ത മറ്റേ ഐഫോണൊക്കെ വാങ്ങി എന്നെ വീട്ടിലേക്ക് പോവാണ്. വൈഫിനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ട് നോക്കാം. ഏഷ്യൻ ഗെയിംസിൻ്റെ കാര്യം ഓർത്തപ്പോഴാണ് ഇന്ന് മുതൽ ഖത്തറിൽ IAF ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ. അപ്പോൾ ഈ IAF നടക്കുന്നത് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇതിൻ്റെ ഇവൻ്റ് നടക്കുന്നത്. പിന്നെ മാരത്തണൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു നമ്മുടെ സിറ്റി സ്കേപ്പ് ആയിട്ടുള്ള ഏരിയയിലാണ്. അതായത് നമ്മുടെ കോർണിഷിലാണ്, ദോഹ കോർണിഷിൽ. അപ്പോൾ വേൾഡിൽ ആദ്യമായിട്ട് ഈവനിങ്, അതായത് ആഫ്റ്റർ സൺസെറ്റിൽ നടക്കുന്ന ഒരു മാരത്തൺ ഇവൻ്റാണ് ഈ IAFൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഫ്ലഡ് ലൈറ്റൊക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് എന്താ പറയുക, ഒരു പകൽ വെളിച്ചം പോലെ തന്നെ ആക്കി എടുത്തേക്കാണ് കോർണിഷിലെ റോഡ്. ഫോൺ വാങ്ങിച്ചു, കുഴപ്പമില്ല. പക്ഷെ ആ ഫോൺ വാങ്ങിച്ച ഫ്രണ്ടിനെ ഈ ഫോൺ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് നിന്നോട് എടുത്തോളാൻ പറഞ്ഞു. അവനോട് ഫ്രണ്ടിന് പോയതാ. ഫ്രണ്ടിനൊരു ഇതെന്താ ഒരു പഴയൊരു ഫോണ് അങ്ങനെ എടുത്തോ. തുറന്നു വയ്ക്കോ. iPhone
പിള്ളേർ തുടങ്ങിയ അതെ iPhone 11 205 അവന് വേണ്ടി വാങ്ങിച്ചതാ. കുഴപ്പമില്ല അവന് ഇത് പിന്നെ ആരുടെ പേരിലിരിക്കണത്? ഇതെന്റെ പേരിനല്ലേ? അപ്പൊ നിനക്കുള്ള എടുത്തോ. അത് കണ്ടപ്പോ 3 കൊല്ലം ഉപയോഗിക്കണോ മാറ്റിക്കോ. മാറ്റേണ്ട ആവശ്യമില്ല. ഐഫോണ് ഇതൊക്കെ തുറക്ക്. ക്ലൂ തന്നൂടായിരുന്നോ? തുറക്ക്. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പൊ ഇതിപ്പോ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നമ്മളെ അൺബോക്സിംഗ് വീഡിയോ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഓഫ് ചെയ്യും. മാക്കൊക്കെ മാറ്റി. ഞാനും വിചാരിച്ചേ ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടത് ഇത്ര നേരം. ഇത് എവിടെ എന്നിട്ട് വാങ്ങിയേ? ഫ്രീ 2 year വാറണ്ടി വർത്ത് QAR 295. അപ്പോൾ വൈറ്റ് കളർ. ഹാപ്പി ഹാപ്പിയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഫോണിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കുഴപ്പമില്ല, ഞാൻ ഉപയോഗിച്ചോളാം. എന്നാലും മറ്റേ ഫോണൊരു പ്രശ്നമില്ലാന്നേ. എനിക്ക് നല്ല മെമ്മറി ഒക്കെ ഉള്ളതാ. ഞാനാണ് മെമ്മറി ഇല്ലാത്ത ആള്. കവർ വാങ്ങിണ്ടോ ഫോണിന്റെ? കവർ വാങ്ങിയില്ല. കവറിന് 200 രൂപയൊക്കെ പറഞ്ഞു. വേറെ കളറൊന്നും ഉണ്ടായില്ലേ? ഇത് പ്രീ ഓർഡർ ചെയ്താണ്. ഇതൊക്കെ എപ്പോ എന്നോടൊരു ക്ലൂ എങ്കിലും പറഞ്ഞുവിടാറുണ്ട് ബേട്ടാ. ഇത് പ്രീ ഓർഡർ ചെയ്താ കഴിഞ്ഞ ആഴ്ച എൻ്റെ 20-ാം തീയതി. എത്രയായി ഇതിന്? ഇവിടെ 64 GB എത്രയാ? 64 GB അല്ല, സോറി 2800 സംതിങ്. ഇത് 128 കുറച്ച് മെമ്മറി ഇരുന്നോട്ടെ. എനിക്കൊരു ഫോണിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പോ. ആവശ്യമുണ്ട്. You are the CEO of the Kakkasserys. CEO ഒക്കെ തന്നെ സമ്മതിച്ചു. എന്നാലും ഒരു ഫോണിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇതിലെന്തൊക്കെ ഉണ്ട്? മിനിമം അൺബോക്സിംഗ് കണ്ടിന്യൂ. മിനിമം ആക്സസറീസ്. അപ്പോൾ ഇതിന് ഓക്കെ നോർമൽ വരുന്നത് ഇയർഫോൺ ഉണ്ട്. ഇയർഫോൺ ഉണ്ട്, ചാർജറിന് സപ്ലൈ ഉണ്ട്. ഇതെങ്ങനെയുണ്ട്? ഈ ഐഫോൺകാർക്ക് ഇതിൻ്റെ കൂടെ എയർപോർട്ട് ഫ്രീ തന്നാൽ മതിയായിരുന്നു അല്ലേ? എയർപോർട്ട് തരാത്ത എയർപോർട്ട് തന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇതിൻ്റെ കൂടെ നമുക്കിപ്പോൾ 8 GB ഒരു ഇതൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഇതാണ് ഐഫോൺ. ഓക്കെ, 128 GB ഐഫോൺ 11 കാര്യമൊക്കെ കുറച്ചിങ്ങനെ കണ്ടിരുന്നു. പക്ഷെ എന്നാലും ജെഫ് വാങ്ങിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, ഇതിപ്പോൾ മെയിൻ എടുക്കുമ്പോൾ തന്നെ വ്യത്യാസം തോന്നുന്നത് ഇതാ എൻ്റെ ക്യാമറയാണ്. നമ്മുടെ തേങ്ങയുടെ ബാക്ക് സൈഡിൽ 3 കുത്തുണ്ടല്ലേ, അതുപോലെ തേങ്ങയുടെ കണ്ണെന്നല്ല പറയാ, അതുപോലെ ഉണ്ട്. പക്ഷെ ഇനി ഇത് എല്ലാം സെറ്റപ്പ് ചെയ്ത് തരണം ജെഫ്. എന്നിട്ട് ജെഫ് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമോ? എൻ്റെ മൂക്ക് അതിൽ ഫിറ്റാണല്ലോ തോന്നുന്നു. വലിയ മൂക്കാണ്, ഫേസ് ഐ ഡി റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂവ് യുവർ ഹെഡ് ഇൻ എ സർക്കിൾ. ഇങ്ങനെ മൂവ് ചെയ്യാനാ പറയണേ? ഫസ്റ്റ് ഫേസ് ID സ്കാൻ കംപ്ലീറ്റഡ്. കണ്ടിന്യൂ. ഒരു ലെവലിൽ തിരിക്കേ. ഞാൻ ഉറങ്ങുമ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ. ഉറങ്ങിയെടുക്കാൻ പറ്റില്ല. ഈ പാസ്വേഡ് ഓർത്ത് വെച്ചോ. ഇത്രയും ലൈറ്റല്ല യൂസ് ചെയ്തത്. നമുക്ക് ഡാർക്ക് ട്രൈ ചെയ്ത് നോക്കാം.
സ്റ്റാൻഡേർഡ് മതി, സൂം ആവണ്ട. വലുതായിട്ട് കാണിക്കില്ല സൂമായ. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, വെൽക്കം ടു iPhone. Swipe up to get started. അടിപൊളി. ഐശ്വര്യമായിട്ട് റീഡ് തന്നെ മെസ്സേജ് അയച്ചു. ഷോ, എന്നാലും ഇത് iPhone 10, iPhone 11. ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ iPhone 6s. ഇതിപ്പോൾ ജെഫ് ഫ്രണ്ടിൻ്റെ ഫോൺ വാങ്ങിക്കാനാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് വന്ന ഫോൺ iPhone 11. വേറെ എന്തെങ്കിലും പ്രത്യേക പേരുണ്ടോ? 11 അല്ലാതെ 11 പ്രോ ഒക്കെ ഉണ്ട്, പക്ഷേ അത് വേറെ മോഡലാണ്. ഓക്കെ. അപ്പോൾ iPhone 6s-ഉം 11-ഉം കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് കണ്ടോ? ഹൈറ്റ് പിന്നെ ഇത്തിരി പൊക്കം കൂടുതലുണ്ട്. ജെഫ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് iPhone 10, ഈ ഫോൺ. അവനെ കമ്പയർ ചെയ്യുമ്പോഴും 11-ന് ഇച്ചിരി പൊക്കം കൂടുതലുണ്ട്. അപ്പോൾ ഐഫോണുകളിലെ ബാബു ആൻ്റണിയാണ് ഈ iPhone 11. ഇപ്പോഴത്തെ നിലയിൽ ഇപ്പൊ 12 വരെ ഉറപ്പായിട്ടും വലുതാവും. ഹൃത്തിക് റോഷനാവും. ബാബു ആൻ്റണിക്കാണ് ഹൃത്തിക് റോഷനാവും പൊക്കം കൂടുതൽ. ഇപ്പൊ ഇതിന്റെ ക്യാമറയ്ക്ക് എന്തൊക്കെയോ കുറെ പ്രത്യേകതകളുണ്ട്, ഇത് പറയുന്നുണ്ട്. അതെന്താന്നുള്ളത് ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ മനസ്സിലാവും? ക്യാപ്ചർ ഔട്ട്സൈഡ് ദ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വിശദമായി പിന്നെ ഏതെങ്കിലും വീഡിയോയിൽ നമുക്ക് പറഞ്ഞേക്കാം. നമ്മളിനി വ്ളോഗ് ചെയ്യുമ്പോൾ ആണെങ്കിൽ ഇതിനെ കുറിച്ച് പറയാം. ഇന്നിപ്പോൾ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ എങ്ങനെ വ്ളോഗ് ചെയ്യാം അല്ലേ? ഇതിനെ പറ്റി ഭയങ്കര